ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2013 IIT ജാം പേപ്പർ അനലൈസിസ് ആണ്. അതിലെ പാർട്ട് 1 ഡിസ്കഷനാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുള്ളത് ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് എം 011 001 100 ഈസ്. ഇത് ഈ മെട്രിക്സിന്റെ ടേംസിൽ തന്നെ തന്നിരിക്കുകയാണ്, റൈറ്റ്? അപ്പോൾ ഇവിടെ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആൻസറുകൾ ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ എമ്മും എം സ്ക്വയർ ഒക്കെ വെച്ചിട്ട് അതിൽ നിന്ന് ഐ ഒക്കെ മൈനസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ, റൈറ്റ്, ഇതിലെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? നമ്മൾ 1/ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു അഡ്ജ് ചെയ്യേണ്ടി വരും. ഓക്കെ, എം ഇൻവേഴ്സ് കാണണമെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജ് എ ഡിവൈഡർ ബൈ ഡിറ്റർമിനൻറ്റ് എ കാണണം. അപ്പോൾ ഇതൊരു കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്പാണ്. ഇനി അത് കിട്ടിയാൽ തന്നെ നമുക്കത് ഇത് ചെയ്ത് നോക്കിയിട്ട് ഈ ഇവിടെ കിട്ടുന്ന വാല്യൂവിന് ഈക്വൽ ആയിട്ട് ഇതിൽ ഏതാ വരുന്നത് ചെക്ക് ചെയ്യേണ്ടി വരും. സോ ഇറ്റ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ്. അതിന് പകരം നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ചിട്ട് ഒരു ചെയ്യാം. കെയ്ലി ഹാമിൽട്ടൺ തിയറം ഉപയോഗിച്ചിട്ട് ഇത് വളരെ പെട്ടെന്ന് ചെയ്യാം. നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എം മൈനസ് ലാംഡ ഐ, റൈറ്റ്, ഡിറ്റർമിനന്റ് എം മൈനസ് ലാംഡ ഐ, ദറ്റ് ഈസ് അവർ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. സോ നമ്മളത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് മൈനസ് ലാംഡ, റൈറ്റ്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയാലോ, അല്ലേ? സോ 011 001 100 ആൻഡ് ദിസ് ലാംഡ ഐ, സോ ലാംഡ 00 0 ലാംഡ 0 0 ലാംഡ, all right, this is equal to 0. So what is the determinant? We can have this minus lambda and minus lambda minus lambda, and here again 1 this one, right, and 0 0 1. So this is equal to 0, right? So നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ, റൈറ്റ്? സോ മൈനസ് ലാംഡ ക്യൂബ് പ്ലസ്, സോ മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ മൈനസ് 0 മൈനസ് 1 ഇൻറ്റു, സോ ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, റൈറ്റ്? സോ 0 മൈനസ് 1, റൈറ്റ്? 0 മൈനസ് 1 പ്ലസ് 1 ഇൻറ്റു, സോ വാട്ട് ഈസ് റിമൈനിങ്? 0 പ്ലസ് ലാംഡ, റൈറ്റ്? സോ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? ലാംഡ ക്യൂബ്, റൈറ്റ്? മൈനസ് ലാംഡ ക്യൂബ് പ്ലസ്, this is plus 1, right? Plus 1, and here 1 plus lambda, right? 0 plus lambda, that is 0 plus lambda is lambda. Okay, so minus lambda cube plus 1 plus lambda equal to 0, right? So നമുക്ക് ഇത് എന്ത് എഴുതാം? മൈനസ് ലാംഡ ക്യൂബ് പ്ലസ് ലാംഡ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി കെയ്ലി ഹാമിൽട്ടൺ തിയറം പറയുന്നത് നമുക്ക് ഈ ലാംഡ ഈ മെട്രിക്സുമായിട്ട് റീപ്ലേസ് ചെയ്യാന്നാണ് പറയുന്നത്, റൈറ്റ്? സോ നമ്മൾ ഈ ലാംഡ ഈ മെട്രിക്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ മൈനസ് എം ക്യൂബ് പ്ലസ് എം ആൻഡ് ദിസ് 1 ബിക്കം ഐ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0, റൈറ്റ്? ഓൾ റൈറ്റ്. ഇനി നമുക്ക് എല്ലാ ഇക്വേഷൻ്റെ എല്ലാ സൈഡും നമുക്ക് ഒരു എം ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ മൈനസ് എം ഇൻറ്റു എം ഇൻവേഴ്സ്, ബാക്കി ഇവിടെ എന്തുണ്ടാവും? എം സ്ക്വയർ, റൈറ്റ്? സോ നമുക്ക് എം ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എം ഇൻവേഴ്സ്, എം ക്യൂബിന് എനിക്ക് എം ഇൻറ്റു എം സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ എം ഇൻറ്റു എം ഇൻവേഴ്സ് ആവും. ഐ ഇൻറ്റു എം ഇൻവേഴ്സ് എന്ന് പറയുന്നത് എം ഇൻവേഴ്സ് ആവും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. എം ഇൻവേഴ്സ് ഐ ആയിരിക്കും. സോ മൈനസ് എം സ്ക്വയർ പ്ലസ് ഇത് ആൾസോ ഐ ആണ് പ്ലസ് എം ഇൻവേഴ്സ് ഈക്വൽ ടു 0. സോ വാട്ട് ഈസ് എം ഇൻവേഴ്സ്? എം ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എം സ്ക്വയർ മൈനസ് ഐ, ഓൾ റൈറ്റ്. സോ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പെട്ടെന്ന്. സോ ആൻസർ ഏതാണ്? എം സ്ക്വയർ മൈനസ് ഐ ആണ് നമുക്ക് എം മൈനസ് എം ഇൻവേഴ്സ് കിട്ടിയിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഇതിലേതാ വരിക? എം സ്ക്വയർ മൈനസ് ഐ. സോ ദിസ് വിൽ ബി ദ ആൻസർ, ഓൾ റൈറ്റ്, ഓൾ റൈറ്റ്. സോ നമ്മൾ സാധാരണഗതിയിൽ അഡ്ജ് എ ഡിവൈഡർ ബൈ ഡിറ്റർമിനന്റ് എ മെത്തേഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ ടൈം ഒരുപാട് കൺസ്യൂമിങ് ആയി പോകും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ജാമിന് ചോദിച്ചിട്ടുള്ളത് 2013 റൂട്ട് ഐ പ്ലസ് റൂട്ട് മൈനസ് ഐ വേർ ഐ is equal to റൂട്ട് മൈനസ് 1 ഈസ്. ഇത് നമ്മൾ ഇതിനെ കോഞ്ചുഗേറ്റ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ പോകരുത്.
മനസ്സിലായല്ലോ? നമുക്ക് ചെയ്യാൻ നമുക്ക് റൂട്ട് ഐനെ നമുക്ക് എന്ത് എഴുതാം? i⁻1/2 എന്ന് എഴുതാലോ. ഇനി ഈ i⁻1/2നെ നമുക്ക് ഐനെ നമുക്ക് e⁻i⁻2 എന്ന് എഴുതാം. (1/2) അല്ലേ? നമുക്കറിയാം i = cos π/2 പ്ലസ് i sin π/2 ആണ് അല്ലേ? i sin π/2, കാര്യം cos π/2 0 ആണ്, sin π/2 1 ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ i തന്നെയാണ് വരിക അല്ലേ? ഇതിനെ നമ്മൾ e⁻i⁻θ എന്ന് പറയാം. അപ്പോൾ e⁻i⁻2 എന്നാ പറയാം. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് മൈനസ് റൂട്ട് ഐനെ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് മൈനസ് റൂട്ട് ഐനെ നമുക്ക് -i (1/2) എന്ന് എഴുതാം. അതിനെ നമുക്ക് ഇതുപോലെ എഴുതാം, e⁻i⁻2 (1/2), right? So that is so this will be equal to e⁻i⁻4. This will be equal to e⁻i⁻4. ഇനി നമ്മളോട് ഇതിന്റെ രണ്ടിന്റെ സമ്മാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഇതിന്റെ രണ്ടിന്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e⁻i⁻4 പ്ലസ് e⁻i⁻4. ഇത് എന്താണ്? cos π/4 പ്ലസ് i sin π/4. ഇതോ cos, so let me go to the blackboard. ഇത് നമുക്ക് cos -π/4 അല്ലേ? cos of minus theta, right? cos minus theta എന്ന് പറഞ്ഞാൽ cos theta തന്നെയാണ് അല്ലേ? പ്ലസ് cos theta minus i sin theta എന്നാണ് e⁻i⁻θയുടെ ഫോർമുല, റൈറ്റ്? സോ അത് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് i sin π/4. സോ ഇവിടെ ഇതും ക്യാൻസൽ ചെയ്ത് പോവും. ഇനി എന്താ ഉള്ളത്? 2 cos π/4 ആണ് നമുക്കുള്ളത്. ദാറ്റ് ഈസ് 2 × cos π/4 1/√2 ആണ്. സോ ആൻസർ എത്ര കിട്ടും? √2, റൈറ്റ്? സോ ഗിവൺ ഓപ്ഷനിൽ നമുക്ക് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? √2, സി ആണ് ഓപ്ഷൻ. ഓൾറൈറ്റ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, എ പാർട്ടിക്കിൾ ഈസ് റിലീസ്ഡ് അറ്റ് x = 1 in a force field f of x 2/x² - x²/2 ex cap. ex cap എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i ക്യാപ്പിന് പകരം x ഡയറക്ഷനിലാണെന്ന് കാണിച്ചിരിക്കുകയാണ്. ex ക്യാപ്പ് നമ്മൾ x ഡയറക്ഷന് നമ്മൾ കാണിക്കാൻ പലതരം നൊട്ടേഷൻ ഉപയോഗിക്കും. ഒന്നില്ലെങ്കിൽ x ക്യാപ്പ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ex ക്യാപ്പ് ഉപയോഗിക്കും, അല്ലെങ്കിൽ i ക്യാപ്പ് ഉപയോഗിക്കും. ഇതെല്ലാം x ഡയറക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്? ഇതിൽ ഏതൊക്കെയാണ് തെറ്റെന്നാണ് ചോദിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈസ് കൺസർവേറ്റീവ്. എഫ് ഓഫ് എക്സ് ഈസ് കൺസർവേറ്റീവ് ആണോ നോക്കണമെങ്കിൽ നമ്മൾ കേൾ കണ്ടുപിടിച്ചാൽ മതി അല്ലേ? ഡെൽ ക്രോസ് എഫ്. സോ ദാറ്റ് ഈസ് i ക്യാപ്പ്, j ക്യാപ്പ്, k ക്യാപ്പ്. സോ ∂/∂x, ∂/∂y, ∂/∂z, and we have this x component only. So 2/x² - x²/2. ബാക്കിയുള്ളതൊക്കെ 0 ആണ് അല്ലേ? വേറെ കമ്പോണൻസ് ഒന്നുമില്ല. സോ ഇത് നമുക്ക് എന്ത് എഴുതാം? സോ i ക്യാപ്പ് ഇൻറ്റു, സോ this 0 - 0 minus j cap into, so again this will be 0. ∂/∂z of this quantity, that also 0 because this is x part, right? K cap into this minus this, here also this is x part, here ∂/∂y, so there is no, so this will be 0. That means ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ദാറ്റ് മീൻസ് ഡെൽ ക്രോസ് എഫ് = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൺസർവേറ്റീവ് ആണ്, റൈറ്റ്? കൺസർവേറ്റീവ് ആണെങ്കിൽ ഡെൽ ക്രോസ് എഫ് 0 ആണെങ്കിൽ അവരുടെ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും, റൈറ്റ്? സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഒറിജിൻ കോൺസ്റ്റന്റ് ആണ്. നൗ ദിസ് ഫോഴ്സ് എപ്പോഴാണ് 0 ആവുന്നത് നോക്കുക, റൈറ്റ്? ഫോഴ്സ് 0 ആവുന്ന എപ്പോഴാണ്? 0 = ഇത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക്. ഇത് 2x-ന് √2 എന്ന് കൊടുക്കുമ്പോഴാണ് ഇത് 1 - 1 അല്ലേ? സോ 2/x² - x²/2, that means x²/2 = 2/x², right? So x⁻⁴ = 4. So x = √2, right? അപ്പോൾ x = √2 വരുമ്പോൾ ആണ് ഈ ഫോഴ്സ് 0 ആവുന്നതെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ -√2, റൈറ്റ്? സോ അപ്പോൾ x 0 ആവുമ്പോഴാണ് ഇത് 0 ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഫോഴ്സ് ഇത് ഇക്വിലിബ്രിയത്തിൽ എത്താൻ വേണ്ടിയിട്ട് x = √2ലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതും ശരിയാണ്. ഓക്കെ, അപ്പോൾ x = √2ലേക്കാണ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാനാണ് ഒരു സിസ്റ്റം, ഒരു കൺസർവേറ്റീവ് സിസ്റ്റം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതും ശരിയാണ്. ദെൻ ദ പാർട്ടിക്കിൾ മൂവ് ടുവേർഡ്സ് ദ ഒറിജിൻ, അത് തെറ്റാണ്. സോ ഓപ്ഷൻ ഏതാണ് ശരി? ഫാൾസ് ആയിട്ടുള്ളത് ഡി ആണ്. സോ ഡി ആണ് ഓപ്ഷൻ ശരി. ഓൾറൈറ്റ്. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവാം.
A traveling pulse is given by f of xt, that is a exponential 2a bxt minus a square x square minus b square t square by c square. Here a, small b, small c ഇതൊക്കെ പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ് തന്നിട്ടുണ്ട് of appropriate dimensions. So the speed of the pulse ആണ് നമുക്ക് കാണേണ്ടത്, right? Speed of the pulse ആണ് നമുക്ക് കാണേണ്ടത്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ സ്പീഡ് ഓഫ് ദ പൾസ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇതിൽ ഇതൊരു ജനറൽ എക്സ്പ്രഷൻ ഒമേഗ ടി മൈനസ് കെ എക്സ് എന്നുള്ള ഫോമിലാണ് തന്നിട്ടുള്ളത്, അല്ലേ? സോ നമുക്ക് ഇതിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് സ്പീഡ് കണ്ടുപിടിക്കാം, റൈറ്റ്? ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ജനറൽ വേവിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എ റേസ് ടു ഒമേഗ ടി മൈനസ് കെ എക്സ് ആണ്, അല്ലേ? സോ ഇ റേസ് ടു ഐ ഒമേഗ ടി മൈനസ് കെ എക്സ്. സോ നമ്മൾ ഇതിൻ്റെ കോഫിഷ്യൻറ്റ് കമ്പയർ ചെയ്തിട്ട് ഒമേഗയും കെയും ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒമേഗ ബൈ കെ കണ്ടുപിടിക്കാം, റൈറ്റ്? ദാറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് കോംപ്ലിക്കേറ്റഡ്, റൈറ്റ്? സോ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫേസ് ഫാക്ടർ ആണിത്, അല്ലേ? റൈറ്റ്? ഐ തീറ്റ, റൈറ്റ്? സോ ഇതിൻ്റെ ഫേസ് ഫാക്ടർ ആണ് ഈ പാർട്ട് വരുന്നത്, എ എക്സ്പോണൻഷ്യൽ. ഈ ഫേസ് ഫാക്ടർ എന്തായിരിക്കണം? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. എന്നെങ്കിൽ ഈ പൾസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിന് വേരിയേഷൻ ഉണ്ടെങ്കിൽ ഈ പൾസ് ഈ ഫംഗ്ഷൻ ഫോളോ ചെയ്യത്തുള്ളൂ, റൈറ്റ്? സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം? 2abxt മൈനസ് എ സ്ക്വയർ എക്സ് സ്ക്വയർ ബി സ്ക്വയർ ടി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഈ ഫേസ് ഫാക്ടർ എന്തായിരിക്കണം? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം, റൈറ്റ്? കോൺസ്റ്റന്റ് കെ എന്ന് സൂചിപ്പിക്കാം, റൈറ്റ്? നൗ ഇത് കോൺസ്റ്റന്റ് ആണെങ്കിൽ സോ ഇതിന്റെ ഡിഫറൻഷ്യൽ എന്തായിരിക്കണം? ദാറ്റ് ഷുഡ് ബി 0, റൈറ്റ്? ദാറ്റ് ഷുഡ് ബി 0, ശരിയല്ലേ? സോ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് 2abxt, റൈറ്റ്? സോ അതിന്റെ ഡിഫറൻഷ്യൽ എടുക്കാം നമുക്ക്, dx ബൈ dt അങ്ങോട്ട് കണ്ടുപിടിച്ചേക്കാം, ഓക്കെ? സോ ഇതിന്റെ ഡിഫറൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? സോ 2a ഡിഫറൻഷ്യൽ എടുക്കുന്നതിന് മുമ്പ് ഈ സി സ്ക്വയർ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. എ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ടി സ്ക്വയർ ഇസിക്കൽ ടു കെ സി സ്ക്വയർ. ഇനി രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി നമ്മൾ 2abx, ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് നോ ടി ടേം, സോ ദാറ്റ് വിൽ ബി 0. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 2b സ്ക്വയർ ടി, റൈറ്റ്? ഈക്വൽ ടു കെ സി സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, സോ 0. സോ ഇതിന് എനിക്ക് എന്ത് എഴുതാൻ പറ്റും? 2abx ഇസിക്കൽ ടു 2b square t, അല്ലേ? സോ this 2 cancel, this b and b square cancel, right? So what I can write? a into രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടി. സോ dx by dt is equal to ഈ സൈഡ് ടീനെ ചെയ്താൽ b into 1. സോ dx by dt എന്ന് പറയുന്നത് എത്രയായിരിക്കും? b by a. സോ വെലോസിറ്റി എത്രയായിരിക്കും? b by a. Alright? So option is a. Alright. Now we have another question here. If the dimensions of mass, length, time and charge are m, l, t and c respectively, right? The dimension of the magnetic induction field B is, right? ഇത് നമുക്ക് ഡയറക്റ്റ് ലോറൻസ് ഇക്വേഷൻ തന്നെ കണ്ടുപിടിക്കാവുന്നല്ലേ ഉള്ളൂ. എഫ് ഇസിക്കൽ ടു നമ്മളെന്താ പഠിച്ചിട്ടുള്ളത്? QVB സൈൻ തീറ്റ, അല്ലേ? സോ എന്തായിരിക്കും? നമുക്ക് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബി ആണ്, എഫ് ബൈ QV. സോ എഫ് എന്ന് പറയുന്നത് MLT റേസ് ടു -2 ഡിവൈഡഡ് ബൈ, സോ സി ഡയമെൻഷൻസ് ഓഫ് മാഗ്നറ്റ് ചാർജ്, ദാറ്റ് ഈസ് if the dimensions of mass, length, time and charge dimension is c, that is given in the question. So c and velocity is LT raised to -1. All right, so this we can simplify, right? So that is LL cancel, so m c raised to -1, LL cancel, and this become t raised to +1, so t raised to -1. So mc raised to -1 t -1. So this will be the answer. So നമ്മളിപ്പോൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഇനി അടുത്ത 5 ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാവുന്നത് IIT JAM ക്വസ്റ്റ്യൻസ് അത്രയും ടഫ് ഒന്നുമല്ല. ബട്ട്
സം ക്രിയേറ്റീവ് ചിലത് നമ്മൾ ടൈം കൺസ്യൂം മെത്തേഡിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ ടൈം കൺസ്യൂം ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ടാവും, വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ടാവും. അപ്പോൾ ആ മെത്തേഡ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. വിത്തിൻ ദ ടൈം ലിമിറ്റ് നമുക്കിത് ആ പർട്ടിക്കുലർ മെത്തേഡ് ഓടുക എന്നുള്ളതാണ് ഇതിൽ കാര്യം. അത് നമുക്ക് എക്സ്പീരിയൻസ്, നമ്മൾ കൂടുതൽ പ്രോബ്ലം ചെയ്യുന്നതിലൂടെ നമുക്കത് നമുക്ക് അറിയിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, so this is all about this section and we'll meet in the next class. Okay, thank you.